Hey guys, welcome back to our channel Volu. We only live once. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഐ എം വെരി എക്സൈറ്റഡ്. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നത് വരെ ഭയങ്കര വെപ്രാളം. അത് വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് എനിക്ക് നേരിട്ട് കണ്ടു കഴിയുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷീൻ ഒരു 2 weeks ബാക്ക് ഷീൻ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു പേഷ്യൻസ് ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാനെല്ലാം പൊട്ടിച്ച് നോക്കി. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യാമെന്ന്. ഞാനിപ്പോൾ എല്ലാം നോക്കി അതിൻ്റെ ക്വാളിറ്റി ഒരു ഫസ്റ്റ് അസസ്മെൻറ്റിലെ ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കി. എല്ലാം വലിയ കുഴപ്പമില്ല. 1-2 ഐറ്റംസ് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷനിൽ സംഭവിച്ചതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതൊഴിച്ചാൽ ബാക്കി പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. വർത്ത് ദ പ്രൈസ് ആണ്. അപ്പോൾ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ അല്ലേ. ഇപ്പൊ ഞാൻ എന്റെ ചുറ്റിന് നോക്കിയിട്ട് ഞാൻ എവിടുന്ന് തുടങ്ങണം എന്ന് ആലോചിക്കായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദിസ് സൈഡ്. ഇത് അവൻ മെറ്റ്സും ഇങ്ങനെ ഇത് അവൻ മെറ്റാണ്. ഇത് മറ്റേ പിടിക്കുന്ന പാഡ് പോലത്തെ ഹോട്ട് പ്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ യൂസ് ചെയ്യുന്ന ബേസിക് സാധനം. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് ഇച്ചിരി അഴുക്കായി പോയായിരുന്നു. അപ്പൊ ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിച്ചതാണ്. പിന്നെ ഉള്ളത് ഇതുപോലെ ഒരു റഗ് അല്ല, എന്താ പറയാ, ഒരു ബാത്ത് മാറ്റ് ആണ്. ഇത് ഫാസ്റ്റ് ഡ്രൈയിങ് ആണ്. ഇത് തുണിയല്ല. ഇത് കാണുമ്പോ എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരു അടിയില് റബ്ബറാണ്, മേളില് ഇത് ഫീൽ ചെയ്യുമ്പോഴേ ഈ മൗസ് പാഡ്, പണ്ടത്തെ മൗസ് പാഡിന്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇത് ഫാസ്റ്റ് ഡ്രൈയിങ് ആണെന്നാണ് പറഞ്ഞത്. ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയില്ല. യൂസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഇതെല്ലാം 2-3 ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു പോം ലേസ് വെക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ പോമിന്റെ ഒരു സ്ട്രിങ് പോലെ. ഇത് ഞാനൊരു DIY ഒരു ഡ്രസ്സ് എന്തെങ്കിലും ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ എന്ത് തയ്ച്ചിട്ട് ഇത് വെക്കും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം. പിന്നെ ഡാമേജ് വന്നു എന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഐറ്റമാണിത്. ഇതിങ്ങനെ ഒരു പീസാണ്. ഇത് ആക്ച്വലി ഇവരൊരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് ഇതിൽ. ഇത് ആക്ച്വലി ക്ലിയർ ആക്രിലിക് ആയിട്ടാണ് ഇതിന്റെ ഫിനിഷ് വരുന്നത്. ഇതാ ഇതുപോലൊരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പീൽ ഓഫ് ചെയ്ത് കഴുകിയാണ് ഉപയോഗിക്കുക. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്പൈസ് ജാർസ് ഒക്കെ ചെറിയ കുപ്പികള്, ഇപ്പൊ കുറച്ചുനാൾ മുമ്പ് ഞാൻ വാങ്ങിച്ച കുറച്ച് മസാല കുപ്പികൾ, അതിന്റെ മേളത്തെ ലിഡ് ആണ് ഇങ്ങനെ നമ്മൾ തുറന്നിട്ട് മസാല യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്റ്റിക്കർ നമുക്ക് മേളിൽ ഒട്ടിക്കാൻ പറ്റില്ല, സൈഡിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രോവേഴ്സ് ആണ്. ഡ്രോയറിൽ നമ്മൾ അത് വെച്ച് കഴിയുമ്പോൾ മേളിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ഈ സ്റ്റിക്കേഴ്സ് ഓരോ നമ്മളിങ്ങനെ നോക്കിയെടുത്ത് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുക്കിങ്ങിന്റെ ഇടയ്ക്ക്. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കിടത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിച്ച് നമുക്ക് നമ്മുടെ മസാല കുപ്പികൾ പ്ലേസ് ചെയ്യാം. അതിങ്ങനെ ഇങ്ങനെ തെന്നിയൊന്നും പോകില്ല നമ്മൾ ഡ്രോവർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേലെ ഒരു 4 വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ 2 പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടാണ് വന്നത്. 2 ചെറിയ ക്രാക്ക് ഉണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഫിലിം ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിയെങ്ങി പോരുതാണ്ട് ഈ പൊട്ടൽ ഇവിടെ വരെ ഉണ്ട്. അതേപോലെ വേറൊരു പീസ് ചന്നം പിന്നും പൊട്ടിയിരിക്കുക. അതുകൊണ്ട് ഈ കഷ്ണം ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളൂ ഈ ഓർഡറിൽ. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് ഒരു വാക്യൂം ക്ലീനർ ആണ്, പോർട്ടബിൾ. ഞാനിത് തുറന്നൊക്കെ നോക്കിയോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന് ഇങ്ങനെ ബ്രഷ്, നമ്മുടെ സാധാരണ വാക്യൂം ക്ലീനർ ഇല്ലേ, അതിന്റെ ഒരു പോർട്ടബിൾ ചെറിയ വേർഷൻ. ഇതാണ് അതിന്റെ എന്താ പറയാ, നമ്മുടെ ഹാൻഡിൽ പിടിക്കുന്ന സ്ഥലം വരുന്നത്. മോട്ടർ ഇവിടെയാണ്. ഇതിൽ നമ്മൾ അറ്റാച്ച്മെന്റ്സ് വെക്കും. ഈ അറ്റാച്ച്മെന്റ് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് സപ്പോസ് ഈ അറ്റാച്ച്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യുന്നതാണ്. ഇതാ C ടൈപ്പ് ചാർജ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ അത് ഞാൻ പ്രോപ്പർലി ഫിക്സ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇതിങ്ങനെ യൂസ് ചെയ്ത് സംഭവം കൊള്ളാം. ഇതിപ്പം ഇങ്ങനെ ഫീൽ ചെയ്ത്
ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നല്ല വാക്യൂം ഉണ്ട്. ഇനി ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ ഞാനിത് ആക്ച്വലി എൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് വണ്ടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ റിവ്യൂ പറയാം. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ റിവ്യൂ പറയാം. ഇത് സംഭവം കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റിവ്യൂ നോക്കി വാങ്ങിച്ചതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഈ സൈഡിൽ നിന്ന് വാക്യൂം ഫംഗ്ഷനും ഉണ്ട്, ഈ സൈഡിൽ നിന്ന് ബ്ലോയിങ് ഫംഗ്ഷനും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കാറ്റ് വരും, അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നു. കൊള്ളാം. ചെറിയ സൗണ്ട് കൂടുതലാന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഒരു ബേക്കിംഗ് ഷീറ്റ് ആണ്. സിലിക്കോൺ ടൈപ്പ് ആണ് വരുന്നത്. നമുക്ക് ഇപ്പം ഡോ എന്തെങ്കിലും കുഴയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ചപ്പാത്തി പരത്താനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. സിലിക്കോൺ ആയതുകൊണ്ട് ഒട്ടത്തില്ല. അപ്പോൾ എനിക്കിതൊരു നല്ലൊരു ഐറ്റം ആയിട്ട് തോന്നി. ഇതെന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നൊക്കെ. ചെറിയ വിലയൊന്നും. ഞാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഈ ഒരു സൈസിൽ ഇങ്ങനെ. പിന്നെ വാങ്ങിച്ചത് ഇങ്ങനെ ഒരു സെറ്റാണ്, ഡിഷസിന് ഹാൻഡ്സിനും. അപ്പൊ കിച്ചണിൽ നമുക്ക് സോപ്പ് ഇട്ട് വെക്കാനുള്ള സംഭവമാണ് ഇത്. ആക്ച്വലി പല തരത്തിലുണ്ടായിരുന്നു. ഇത് ഫുൾ ബ്ലാക്ക് അല്ലേ. ഈ നോസില് അടിയില് വുഡ് ഫിനിഷ് വരുന്ന, ബാംബൂ വുഡ് ഫിനിഷ് വരുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇതിന് രണ്ടിനും കൂടി ഒരു പ്ലേറ്റ് വരുന്ന രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. ബ്ലാക്ക് വിത്ത് പ്ലേറ്റ്, ബ്ലാക്ക് വിത്തൗട്ട് പ്ലേറ്റ്, വുഡ് വിത്ത് പ്ലേറ്റ്, വിത്തൗട്ട് പ്ലേറ്റ്, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ, കാരണം ഞാൻ ഈ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സിങ്കിന്റെ സൈഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെരിവുണ്ട്. അപ്പോൾ ഇഫ് യു പ്ലേസ് ഇറ്റ് ലൈക്ക് ദിസ്, the water will go into the sink. നമ്മളിപ്പോ ഇങ്ങനെ കഴുകിയിട്ട് സ്പോഞ്ച് ചെയ്തതിലോട്ട് വെക്കുമ്പോൾ അതിന്റെ വെള്ളം ഊർന്ന് സിങ്കിലേക്ക് തന്നെ പോയിക്കോളും. അപ്പോൾ അത് അങ്ങനെ വെക്കാൻ. അപ്പൊ ഇത് എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് ഇതിന്റെ ഡയമീറ്റർ ഒക്കെ ഞാൻ ചെക്ക് ചെയ്ത് സൈസും ഒക്കെ നോക്കിയായിരുന്നു. അപ്പൊ ദിസ് ഗോസ് ഇൻ പെർഫെക്റ്റ്ലി. അപ്പൊ ഞാൻ അതിന്റെ ട്രേ വാങ്ങിച്ചില്ല, വെറുതെ പൈസയും വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ഒത്തിരി സാധനം വാങ്ങിച്ചിങ്ങനെ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. സോ ദിസ് ഇസ് ഹൗ ഐ എം പ്ലാനിങ് ടു യൂസ് ഇറ്റ്. അപ്പൊ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ആ പ്ലേസിൽ യു ക്യാൻ കീപ് ദി സ്പഞ്ച്, കഴുകുന്ന സ്പോഞ്ചും കൂടെ വെക്കാം. പിന്നെ ഇത് രണ്ടും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. സ്റ്റേർഡി ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. ഇതിന് മേളിൽ ആസ് യു കെൻ സി പമ്പ് ആണ് വരുന്നത്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി. പമ്പും നല്ല ക്വാളിറ്റിയാണ്. ഇത് ലോക്ക് അഴിച്ചെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചു ഇതിന്റെ ലോക്ക് കേടാന്ന്. ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞെക്കി വെച്ചിട്ട് തിരിച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കത് അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് വൺസ് അഴിച്ചു കഴിഞ്ഞപ്പം ഇറ്റ് വർക്ക്സ് വെൽ. ഇനി ഞാൻ ഇതിനകത്ത് സോപ്പ് ഒഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ ഇപ്പൊ ഈ ട്രേ ആണെങ്കിലും സംഭവം കാണാൻ ഒരു മെറ്റൽ ലുക്ക് ഉണ്ടെങ്കിലും സംഭവം പ്ലാസ്റ്റിക് ആണ്. പക്ഷെ പെട്ടെന്ന് ഒടിയുന്ന ടൈപ്പ് അങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ല, ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. അപ്പൊ റൈറ്റ് നൗ നമ്മുടെ പാത്രം കഴുകുന്ന സിറ്റുവേഷൻ ഇതാണ്. ചെറിയൊരു മിസ്കാൽക്കുലേഷൻ സംഭവിച്ചു. ഞാൻ ആക്ച്വലി ഈ ട്രേ ഇതിൻ്റെ അടിയിൽ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ കുപ്പിക്ക് ഇച്ചിരി നീളം കൂടിപ്പോയി. നമുക്കിത് പൊക്കാനും പറ്റില്ല, ബിക്കോസ് ഇവിടെ വിൻഡോസിലുണ്ട്. സോ ഇങ്ങനെ വെക്കാം, കുഴപ്പമില്ല അല്ലേ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി നീളം കൂടുതലുണ്ട് കിട്ടും. ഇത് കവറാണ്. ഈ ആക്ച്വലി ഇത് അവര് വിൽക്കുന്നത് ഈ വാഷിംഗ് മെഷീന്റെയും ഇപ്പൊ ഡബിൾ സൈഡഡ് വാഷിംഗ് മെഷീന്റെയും ഡ്രയറിന്റെ ഒക്കെ കവറായിട്ടാണ്. ഞാനിത് ആക്ച്വലി നമ്മുടെ കിച്ചണിൽ ഒരു ടേബിൾ ടോപ്പ് പോലെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. സൈസൊക്കെ നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത്. പാറ്റേൺ ഇതാണ്. ഇതിന്റെ അറ്റത്തൊരു പോം ഡിസൈൻ വരുന്നുണ്ട്. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു പൗച്ച് പോലെ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഇതിന്റെ താഴേക്ക് കിടക്കുന്ന ഭാഗത്താണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഇട്ട് വെക്കണമെങ്കിൽ വെക്കാം. ഞങ്ങൾ വെക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ബട്ട് വാട്ടെവർ, വേണമെങ്കിൽ വെക്കാം. അപ്പൊ ഇതേലെ ഞാൻ 3 ഓർഡർ ചെയ്തിട്ടുണ്ട് സൈസ് അനുസരിച്ച്. മൈക്രോവേവ് ഓവന്റെ പുറത്തിടാനും, പിന്നെ ഒന്നൊരു ടേബിളിന്റെ പുറത്തിടാനും, പിന്നെ ഒന്ന് നമ്മുടെ ഡിഷ് വാഷർ വിച്ച് വി ആർ യൂസിങ് ആസ് എ പ്ലേറ്റ് സ്റ്റാൻഡ് അതിന്റെ പുറത്തിടാനും 3 വെച്ച് അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെട്ടി ഒട്ടിക്കാട്ടോ, ഇതിനകത്ത് ഞാൻ വെട്ടിച്ചേർക്കാം. ഈ മെറ്റീരിയൽ ആക്ച്വലി പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. വെള്ളം കുറെ നേരം ഇതേ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അബ്സോർബ് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോവും. അബ്സോർബ് അല്ല, സീപ്പിൻ ചെയ്യും. ഇത് അത്ര ക്ലോസ്ലി നെറ്റ് അല്ല.
ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വെള്ളം വീണാൽ ഉടനെ അതങ്ങ് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഓർഡറിൽ എനിക്ക് ഏറ്റവും ഞാൻ നോക്കിയിരുന്ന സാധനം ഇതാണ്. ഇങ്ങനൊരു സ്റ്റാൻഡാണ്. അതായത് ദിസ് ഗോസ് അണ്ടർ ദ സിങ്ക്. ഗോസ് എന്ന് വെച്ചാൽ വി കൻ യൂസ് ഇറ്റ് ഹൗ എവർ വി വാണ്ട്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സിങ്കിന്റെ അടിയിൽ നമ്മുടെ ക്ലീനിങ് സപ്ലൈസ് ഒക്കെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 2 ട്രേസ് സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാവുമ്പോൾ വെർട്ടിക്കൽ സ്പേസ് കുറച്ചുകൂടി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി സ്പേസ് അതിന്റെ ഇടയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ ഇത് കണ്ടോ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ താഴത്തെ ഇത് ഡ്രോയർ പോലെയാണ്, സ്ലൈഡ് ചെയ്ത് പുറത്തിറക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സപ്ലൈസ്, അതായത് ലിക്വിഡ്സും പൊടികളും ഒക്കെ താഴെ വെക്കാം. ക്ലീൻ ചെയ്യുന്ന സ്പഞ്ച്, വൈപ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. അതുപോലെ ഇവിടെ സൈഡിൽ ഹുക്സ് ഉണ്ട്, കാണാമല്ലോ അല്ലേ, ഒരു 5 ഹുക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പ്, ഇങ്ങനെ ഒരെണ്ണം സ്ക്വയറും റെക്റ്റാങ്കിളും ഒരെണ്ണം ഇങ്ങനെ ഒരു സെമി സർക്കിളും ആയിട്ട് 2 സാധനങ്ങൾ. അപ്പം നമ്മൾ ഈ ബ്രഷ് പോലെ എന്തെങ്കിലും ചെറിയ ഡയമീറ്റർ ഉള്ള ബ്രഷസ് വല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം. അങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ സിങ്കിന്റെ അടിയിലുള്ള സ്പേസ് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ നമ്മുടെ സംഭവം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റോളാണ്. ഇത് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിലും വീതി കുറവാണ്. നീളം 1 മീറ്റർ ആണെന്നാണ് എഴുതിയിരുന്നത്. അത് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ഇത് 1 മീറ്റർ കാണുമായിരിക്കും, നോക്കാം. ഇത് ഈ എന്താ പറയാ, ആന്റി സ്ലിപ്പ് മാറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ, ഐ വിൽ ജസ്റ്റ് ഓപ്പൺ ആൻഡ് ഷോ യു ഗൈസ്. അതാ ഞാൻ ആക്ച്വലി വീണത് ഈ പാറ്റേൺ കണ്ടിട്ടാട്ടോ. നല്ല രസമില്ലേ? ഐ തിങ്ക് നമ്മൾ ഇത് എവിടെയെങ്കിലും ഒന്നിങ്ങനെ വിരിച്ചു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബ്രൈറ്റൻ അപ്പ് ദ ക്യാബിനറ്റ് ഓർ ഫ്രിഡ്ജ് ഓർ വാട്ട് എവർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് ഇങ്ങനെ സ്മൂത്ത് ആണ്, മറ്റേ സൈഡിൽ ഇങ്ങനെ ഡോട്ട് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, ഗ്രിപ്പ് പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇത് നമ്മൾ വിരിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വെച്ചാൽ ഇപ്പം ഇറ്റ്സ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡ്രോവർ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഷേക്ക് ആവാനും സ്ലിപ്പ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനാണ് മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഐ തോട്ട് ഈ നമ്മുടെ വാർഡ്രോബിലും ഒക്കെ ഇത് സംഭവിക്കാം. നമ്മൾ തുണി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ യൂഷ്വലി ഇവിടെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ്സ് ആണ്. അപ്പം സംടൈംസ് അത് കീറി പോവാറുണ്ട്, സംടൈംസ് അതിങ്ങനെ നീങ്ങും മടങ്ങും. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് സ്റ്റേ ഇൻ പ്ലേസ്. അപ്പൊ ഐ തോട്ട് ഇങ്ങനത്തെ ഒരു റോള് വാങ്ങിക്കാം. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, വീതി കുറവാണ് ഞാൻ പ്രതീക്ഷിച്ചതിലും. ഇത്രയാണ് വീതി വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു വാർഡ്രോബിൽ ഒരു ഷെൽഫിൽ ഇടാൻ ആക്ച്വലി തികയത്തില്ല. So I might have to put 2 layers of this. But whatever, ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നോക്കട്ടെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞല്ലോ, ഞാൻ ക്ലിപ്പ് ഇതിൽ വെട്ടി ഒട്ടിക്കാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഞാൻ ഒരു വൈറ്റ് ടോപ്പ്, ഇങ്ങനെ ഒരു ടോപ്പ് ഓർഡർ ചെയ്തു. സ്ലീവ്ലെസ് ആണ് ഇത്. ആക്ച്വലി ഞാൻ നമ്മൾ ഈ ബ്ലേസേഴ്സോ കോട്ടോ എന്തെങ്കിലുമൊക്കെ ഷർട്ടായിട്ടോ എന്തെങ്കിലുമൊക്കെ പുറത്ത് ഇട്ടിട്ട് ഉള്ളിലിടാൻ നമുക്കൊരു, എനിക്ക് ബ്ലാക്ക് ഉണ്ട്, എനിക്ക് വൈറ്റ് ഉണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പം ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്ത കൂട്ടത്തിൽ സജഷൻ പോലെ ഇങ്ങനെ വന്നപ്പം ഞാനിങ്ങനെ അതുകൂടെ കാട്ടിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഓർഡർ ചെയ്യാതെ എനിക്ക് കിട്ടിയ ഒരു സാധനം എന്ന് പറയുന്നത് ഇവരുടെ ബാഗാണ്. ഞാനിത് മുമ്പൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഈ ബാഗ് സിപ്പ് ലോക്ക് ആണ്, ഓൾമോസ്റ്റ് ലൈക്ക് എ വാക്യൂം ബാഗ് ആണ്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇത് കണ്ടോ, ഒരു ഹോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് സാധനമൊക്കെ ഇട്ടിട്ട് സിപ്പ് ലോക്ക് ചെയ്തിട്ട് ഞെക്കി അതിനകത്ത് എയർ മൊത്തം കളയുകയാണെങ്കിൽ ഒരു വാക്യൂം ബാഗ് പോലെ ഇതിങ്ങനെ ഇരുന്നോളും, പാക്ക് ആയിട്ട് ഇരുന്നോളും. സോ ഈ ബാഗ് ഞാൻ എടുത്തു വെക്കും. ഇതിപ്പോ എനിക്ക് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്ത കൂട്ടത്തിൽ എനിക്ക് പല സൈസിൽ കിട്ടി. ഈ സൈസിലുണ്ട്, വലിയ സൈസിലുണ്ട്,
അപ്പൊ ഇത് എടുത്തു വെക്കും. ബിക്കോസ് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പാക്ക് ചെയ്യാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്റെ പാക്കിംഗ് വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ പോയി കണ്ടോളൂ. അപ്പോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. ഐ എം വെരി എക്സൈറ്റഡ് ടു ട്രൈ ഓൾ ദിസ്. അപ്പൊ ഞാൻ എല്ലാം അവിടെ ഇവിടെയൊക്കെ എടുത്തു വെച്ചിട്ട് അതിന്റെ വീഡിയോ കൂടെ ഇതിന്റെ ഇടയ്ക്ക് കയറ്റുന്നതാണ്. അപ്പം ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇഫ് യു വോണ്ട് ഇപ്പൊ ഈ കണ്ട എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യു കെൻ ചെക്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അനദർ തിങ് ഐ വോണ്ട് ടു സേ അബൌട്ട് ഷീൻ ഇസ് ദാറ്റ് ഇത് ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇറ്റ്സ് വർത്ത് ഫോർ ദ പ്രൈസ്. അതിന് നമ്മൾ നോർമലി ഇവിടെ ഒരു കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ടാണ് നമുക്ക് അവിടെ സാധനം കിട്ടുന്നത്. സോ ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് നമ്മളൊരു കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ക്വാളിറ്റി ആണ്. ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിലും ഗുഡ് ക്വാളിറ്റി ആണ്. അപ്പം ആൻഡ് ഇറ്റ്സ് ചീപ്പ് ഓൾസോ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ നാട്ടിൽ ഷീൻ ഇല്ലെന്ന് എനിക്കറിയാം. കുവൈറ്റിൽ നിന്നാണ് ഞാൻ ഷീൻ എന്ന് ഓർഡർ ചെയ്യുന്നത്. ആസ് ഐ ഓൾറെഡി സെഡ്, നമ്മളൊരു കടയിൽ ഫിസിക്കലി പോയി വാങ്ങിക്കുന്നതിനേക്കാളും ഒത്തിരി ചീപ്പായിട്ടാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഒന്ന്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷീന്റെ ഒരു പോളിസി അനുസരിച്ച് 30 KD അബവ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് തപ്പുന്നത്. അപ്പൊ ഞാൻ ഇത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വൺസ് 30 KD ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. അങ്ങനെ ആവുമ്പോഴാണ് ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അത്യാവശ്യമുള്ള ഒരു സാധനം ഈ ഒരു രീതിയിൽ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ഇൻ ദ ലോങ് റൺ ഇത് ഭയങ്കര ഒരു എഫിഷ്യന്റ് ആൻഡ് സേവിംഗ് വേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 100% ഗ്യാരണ്ടി ഒന്നും പറയത്തില്ല. റിവ്യൂസ് ഒക്കെ നോക്കി കോമന്റ്സും ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ റിവ്യൂസും കോമന്റ്സും ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇട്ട് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കാണാം. അപ്പൊ അതൊക്കെ നോക്കി കുറച്ച് സമയം എടുത്ത് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നമ്പർ ഞാനിതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. ഇത് ആക്ച്വലി വെക്കാൻ ഒരു ബാഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിന്റെ കുറച്ച് അറ്റാച്ച്മെന്റ്സും കാര്യങ്ങളും. കുഴപ്പമില്ല, ഷീന്റെ ഒരു ബാഗ് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഹോൾ വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. ഹാപ്പി ഷോപ്പിംഗ്. ബൈ.